Hey guys, actually ഇവിടെ ഇപ്പോൾ സമയം ഒരു നോക്കട്ടെ 6:12 നല്ല മഴയാണ്. I will show you. കണ്ടോ, ഇങ്ങനെ നല്ല മഴയത്ത് എന്തെങ്കിലുമൊക്കെ തിന്നോണ്ടിരിക്കാൻ ഒരു രസമല്ലേ. സോ ലെറ്റ്സ് മേക്ക് സംതിങ്. ഓക്കെ, ചലോ. സി നൂഡിൽസ്. സോ നമുക്കിന്ന് നൂഡിൽസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ദെൻ ക്യൂബ്സ് ആക്കി അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങുണ്ട്, കുറച്ച് സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇത്. ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് ചെറിയ ക്യൂബ്സ് ആക്കി വരുന്നത്. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ആൻഡ് പട്ട കറിയാമ്പൂ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം, കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, ജീരകം, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് എഗ്ലെസ് നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നൂഡിൽസ് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, സെക്കൻഡ്ലി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് മാരിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മസാലപ്പൊടികളോ, യൂഷ്വലി നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുള്ളത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, അതിട്ടിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കാം ഒന്ന് പിടിക്കാൻ വേണ്ടി. അതിനുശേഷം ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഉള്ള ചിക്കനെല്ലാം ഞാൻ ഇതിലേക്ക് നോക്കാം, ഒറ്റടിക്കുന്ന എടുക്കാം. വേണ്ട, നമ്മുടെ നൂഡിൽസ് ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ നൂഡിൽസ് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവി വറക്കുന്നുണ്ടോ? സോ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നോക്കാം ചിക്കൻ എന്തായിരുന്നു. ചിക്കനും ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം ഇരുന്ന് നല്ലപോലെ ഫ്രൈ ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചിക്കൻ കുറച്ചൊന്ന് ആയി വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന പൊട്ടറ്റോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. കണ്ടോ, ചിക്കൻ ഓൾമോസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആവുന്നുണ്ട്. സി, ഏകദേശം ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഓൾസോ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ യൂസ് ചെയ്തിരുന്ന ചട്ടിയിലേക്ക് കുറച്ച് കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് തൂവി കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായി വരുമ്പോഴേക്കും വി കൻ ആഡ് ദി റെസ്റ്റ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ്. ബാക്കി എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സവാളയൊക്കെ ഏകദേശം ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. പുറമെ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതിനായിട്ടൊന്ന് പിടിച്ചു തരും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ നൂഡിൽസും ചിക്കനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഫുള്ളെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കാം. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി വന്നപ്പോൾ കിച്ചൺ ഫുൾ നൂഡിൽസ് ആയി ഗൈസ്. എനിവേ ലെറ്റ്സ് സീ. അങ്ങനെ ഫൈനലി നമ്മളുടെ നൂഡിൽസ് എല്ലാം മിക്സായി. ഫൈനൽ ലുക്ക് ഇതാണ്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം.
സോ ഇതാണ് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കി ക്ഷീണിച്ചു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇറ്റ്സ് ദ ബെസ്റ്റ്.